വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം, നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. സോ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് കഴിഞ്ഞ മാസത്തിന്റെ ഹൈ ആണ്. ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നുള്ളൂ. ഇനി നമുക്ക് വീക്ക്ലിയിലേക്ക് പോവാം. വീക്ക്ലിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മന്ത്ലി ചാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയിട്ടാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എനിവേ അതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി വീക്ക്ലിയിൽ ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് നല്ലൊരു പുൾ ബാക്ക് ഒക്കെ എടുത്ത് ഇവിടെ ഒരു സെല്ലിംഗ് ഹാൻഡിൽ പുൾ ബാക്ക് എടുത്ത് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈനെ തന്നെയാണ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത. വൺ ഡേയിൽ കാര്യമായിട്ടൊന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. മാർക്ക് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവല് 4 അവറിലും പ്രധാനപ്പെട്ട ഏരിയ ആവും. അപ്പൊ അതുകൊണ്ട് വൺ ഡേയിലേക്ക് ആയിട്ട് വെക്കുന്നില്ല, 4 അവറിലേക്ക് തന്നെ വെക്കാം നമുക്ക്. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ടുണ്ട്. സോ ആ ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡിലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് ഫോർവേഡിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വൺ അവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. അതിന് മുന്നേ ഓൾ ടൈം ഹൈനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വൺ അവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്തൊരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നോക്കിയാൽ കാണാം, അവിടുന്ന് ഒരു സപ്ലൈ നടന്നൊരു FEG ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. അവിടെ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം ആയിട്ട് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെയും ഈ ലെവലിലേക്ക് വരികയാണെങ്കിലും നോക്കിയാൽ കാണാം, ഇവിടെയും മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്ന് നിന്ന് സപ്പോർട്ടൊക്കെ എടുത്ത് അതിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി വൺ അവറിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു വീഴ്ച കിട്ടുകയാണെങ്കിൽ വൺ അവറിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അത്യാവശ്യം മോശമില്ലാത്ത വൺ അവറിന്റെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ മുകളിലോട്ടേക്ക് വീണ്ടും കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രേഡുകൾ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് ചെയ്തിട്ട് അതിന് പ്രകാരം ട്രേഡ് എടുക്കാൻ നോക്കുക. ഇനി ഒരു ലോങ് ട്രേഡ്, അതായത് മുകളിലോട്ട് ബൈ ലോങ് ട്രേഡ് കിട്ടണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് ട്രേഡ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മന്ത്ലി റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ കുറച്ചു നേരം നിന്നതിന് ശേഷം വലിയൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് വലിയൊരു മൂവ്മെന്റ് തരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ടോട്ടലി ഈ ആഴ്ച നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ട്രെൻഡ് തന്നെയാണ് സാധ്യത. അറ്റ്ലീസ്റ്റ് ഈ നമ്മൾ നേരത്തെ വരച്ച ലൈൻ വരെയെങ്കിലും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ ഒന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെയും കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലെവലിലേക്ക് ഒരിക്കൽ കൂടി വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.